പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിയാം. പക്ഷേ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു അവസരമാക്കി മാറ്റിയെടുത്തിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വളരെ ഉയരത്തിൽ വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ചില ഷോർട്ട് കട്ട്സും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള സത്യം കൂടി തിരിച്ചറിയാം. ഈ വീഡിയോ സമഗ്രമായി കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം വിലയിരുത്തി നിങ്ങളുടെ പഠനത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, അടുത്ത കാലത്തായിട്ട് PSCയിൽ 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുണ്ട്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അതാണ്. ഈസി ചോദ്യങ്ങളൊന്നും എല്ലാവരും ഉത്തരം എഴുതും. റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ എല്ലാവരും എഴുതും. പക്ഷേ ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് രീതിയിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ ആ സോഴ്സ് നോക്കി പഠിച്ചാൽ മതിയല്ലോ. അപ്പം അത്തരത്തിൽ നിങ്ങളുടെ റാങ്കിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വളരെ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അനന്തി വ്ലോഗ്സ് എന്ന ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പഠിക്കാവുന്നതാണ്. ധാരാളം ചോദ്യങ്ങൾ അടുത്ത കാലത്ത് PSCയിൽ ചോദിച്ചിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക. എന്നിട്ട് നമ്മുടെ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക കേട്ടോ. ടെലിഗ്രാം ഫാമിലിയിൽ വരിക. ഇത്തരത്തിൽ റിസർച്ച് ചെയ്തെടുത്തിട്ടുള്ള ധാരാളം നോട്ടുകളും നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഉയർന്ന റാങ്കിൽ എത്തിക്കാനുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകളുടെ പ്രാക്ടീസും ഫ്രീ മെന്റർഷിപ്പും ഒക്കെ അവിടെ ഉണ്ട്. സോ ടെലിഗ്രാം ഫാമിലിയുടെ ഭാഗമാവാം. അപ്പൊ അടുത്ത കാലത്ത് ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ച വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് അത്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ എന്തെന്നുള്ളതാണ് ചോദ്യം. ഇതല്ലേ റിപ്പോ റേറ്റ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് അല്ലെ. വാണിജ്യ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാശ് കടം കൊടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. പക്ഷെ ഈ ചോദ്യത്തിന്റെ ആൻസർ ബാങ്ക് റേറ്റ് എന്നുള്ളതാണ്. ബാങ്ക് റേറ്റ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഹ്രസ്വകാലത്തേക്ക് ഷോർട്ട് ടേമിലേക്കാണ് പണം കടക്കെടുക്കുന്നതെങ്കിൽ അത് റിപ്പോ റേറ്റിന്റെ ബേസിസിലായിരിക്കും. അവിടെ നമ്മൾ ഈട് വെക്കണം. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് ടേം, ദീർഘകാലത്തേക്കുള്ള പലിശ കൊടുപ്പിനാണ് ബാങ്ക് റേറ്റ് ഈടാകുന്നത്. ഇതൊക്കെ സിവിൽ സർവീസസിന് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. 1995 ഈ ചോദ്യം ഇതുപോലെ ചോദിച്ചിരിക്കുന്നുണ്ടോ? എന്താണ് ബാങ്ക് റേറ്റ്? നിങ്ങൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തെ സിവിൽ സർവീസസിന്റെ ചോദ്യങ്ങൾ പഠിച്ചിട്ട് ചുമ്മാ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോയാലും മതി. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് പലതും. നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ രീതി ബൂസ്റ്റ് ചെയ്യാൻ മനസ്സിലായോ? അപ്പം ഈ ചോദ്യം വന്നിട്ടുള്ളത് സിവിൽ സർവീസിന് അടിച്ചു മാറ്റിയതാണെന്നുള്ള വാദം എനിക്കില്ല. പക്ഷേ സിവിൽ സർവീസസിലെ ബുക്ക് ലിസ്റ്റുകളും സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് കേരള PSC പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പോകുന്നു? നമുക്ക് മിടുക്കന്മാരായിട്ടുള്ള കഴിവുള്ള ബ്യൂറോക്രാറ്റ്സിനാണ് വേണ്ടത്. പണ്ടത്തെ പോലെ തത്തമേ പൂച്ച എന്നുള്ള രീതിയിൽ എല്ലാം കാണാപ്പാടം പഠിച്ചിട്ട് ചെന്ന് പരീക്ഷ എഴുതി ജയിക്കുന്ന ബ്യൂറോക്രസി അല്ല നമുക്ക് വേണ്ടത്. നമുക്കറിയാം, നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ അതിശയിക്കും, ഇവർക്കൊക്കെ എന്ത് ക്വാളിറ്റിയാണ് ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കുക എന്നുള്ളത് അതിശയിക്കും. അതിന്റെ റീസൺ പഴയ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറാണ്. പക്ഷെ ഇപ്പൊ PSC നന്നായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് നല്ലൊരു വാർത്തയാണ്. ഒരു മികച്ച ബ്യൂറോക്രസിയെ വാർത്തെടുക്കുന്ന ഒരു വിഷനാണ് PSC ഉള്ളത്. സോ അതിനുവേണ്ടി നിങ്ങൾ മാറുക. പഠന നിലവാരം ഒരു പൊടിക്ക് ഉയർത്തിയാൽ മതി. എങ്ങനെ വേണമെന്നൊക്കെയുള്ള വീഡിയോ ധാരാളം നമ്മുടെ ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സമഗ്രമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ UPSC ഫാക്റ്റുകൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഏറ്റവും ലളിതമായിട്ടുള്ള ഇത് പഠിക്കണം. നമ്മുടെ റെവല്യൂഷൻ ബാച്ചിലേക്ക് വരാം. അഡ്മിഷൻ ഫീസ് വെറും 499 രൂപ മാത്രമാണുള്ളത്. പിന്നീടുള്ള മാസങ്ങളിൽ 199 രൂപയ്ക്ക് ഒരു അൽഫാം ഹാഫിന് ഇതിനേക്കാൾ പൈസയാവും. അപ്പൊ അത്ര അഫോർഡബിൾ റേറ്റിൽ സിവിൽ സർവീസ് ഫാക്കൽറ്റീസിന്റെ നേതൃത്വത്തിൽ റെവല്യൂഷൻ ബാച്ചിന് മെന്റർഷിപ്പ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫുൾ ഫ്ലെജ് സിലബസ് ഫിനിഷ് ചെയ്യുന്ന ബാച്ച് ഒന്നും അല്ല. നിങ്ങളിപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഈ ഒരു ബാച്ചിൽ ദിവസം 1 മണിക്കൂർ മാത്രം ചെലവഴിക്കുക. നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഈ ഒരു ബാച്ച് ഡെയിലി 1 മണിക്കൂർ ചെലവഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ റിസർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. UPSCയിലെ ചോദ്യങ്ങൾ PSCക്ക് വരാൻ സാധ്യതയുള്ളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി ക്വിസായിട്ട് കിട്ടുന്നുണ്ട്. സിവിൽ സർവീസ് പുസ്തകങ്ങളിൽ നിന്നും PSC ചോദിക്കുന്ന കാര്യങ്ങൾ നോട്ടായിട്ട് PDF ആയിട്ടും തരും. ഡെയിലി ഓഡിയോ ക്ലാസ്സസും വീക്ക്ലി വീഡിയോ ക്ലാസ്സസും വളരെ റിച്ച് ആയിട്ടുള്ളൊരു ബാച്ചാണിത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഡെയിലി 1.5 മണിക്കൂർ ഈ ബാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നന്നായിട്ട് കൂടും. ബിക്കോസ് എല്ലാവരും പഠിക്കുന്ന ഒരേ ആപ്പും ഒരേ റാങ്ക് ലിസ്റ്റും തന്നെ, ഒരേ റാങ്ക് ഫയലും തന്നെയാണ്. അപ്പൊ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയസ് കണ്ടെത്തി പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ജില്ലകളിലും ടോപ്പ് 10 റാങ്കിൽ എത്താൻ സാധിക്കാം. ഓക്കെ, സോ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാൻ നമ്പർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഏരിയയിൽ നിന്നും UPSC ചോദിച്ചിട്ടുള്ള ബാക്കി ചോദ്യങ്ങളാണ്. ബിക്കോസ് ഇനി ഇവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, UPSC ഇനി ഇവിടുന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യങ്ങൾ PSCക്കും വരുമെന്ന് അറിഞ്ഞിരിക്കുക. 2011-ലും 2013-ലും ഒക്കെ ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ധാരാളം ചോദ്യങ്ങൾ UPSCയിൽ വന്നിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ PSCയിൽ വരും.
നിങ്ങൾ എഴുതി വെച്ചോ, 100% ഉറപ്പാണ്. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന പിള്ളേർക്ക് എന്ത് ചെയ്യും, അതിന്റെ മാർക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഉദാഹരണത്തിന് ബാങ്ക് റേറ്റ് എന്താ നമ്മൾ കണ്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ സാധാരണ പാവപ്പെട്ട ബാങ്കുകൾക്ക് പലിശ കടം കൊടുക്കുന്ന റേറ്റ്, പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് പലിശ നിരക്ക്, ആ ബാങ്ക് റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറയ്ക്കുമെന്നിരിക്കട്ടെ. അപ്പൊ എന്ത് സംഭവിക്കുന്ന ചോദ്യം അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പം ഭയങ്കര ചീപ്പായിട്ട് തുച്ഛമായ പലിശ നിരക്കിൽ സാധാരണ ബാങ്കുകൾക്ക് പണം കടമെടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ എന്ത് പറ്റും? നമുക്കും കാര്യം നമ്മൾ കടമെടുക്കുന്നത് സാധാരണ ബാങ്കിൽ നിന്നാണല്ലോ. ഈ സാധാരണ ബാങ്കിൽ നമുക്കും വളരെ തുച്ഛമായ പലിശ നിരക്കിൽ പണം കിട്ടും. അപ്പം എക്കണോമി, സമ്പദ് വ്യവസ്ഥയിലെ ലിക്വിഡിറ്റി കൂടുക എന്നുള്ള പറയും. കാര്യം എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം പൈസയുണ്ട്. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു അസറ്റിനെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഈസിനെസിനെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട. ഇത് നമുക്ക് ഈ ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാ ലിക്വിഡിറ്റി എന്താണെന്നുള്ള ചോദ്യം. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ലിക്വിഡിറ്റി കൂടും. കാര്യം എന്താ? എല്ലാവർക്കും വളരെ ചീപ്പായിട്ട് ലോൺ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് 20% ലോൺ കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഈ സാഹചര്യത്തിൽ 10% ലോൺ കിട്ടുമെങ്കിൽ നിങ്ങൾ ആ ലോൺ പോയി എടുക്കത്തില്ലേ? പലിശ നിരക്ക് കുറഞ്ഞു. അപ്പൊ ലിക്വിഡിറ്റി, മാർക്കറ്റിലെ പൈസയുടെ അവൈലബിലിറ്റി കൂടിയെന്ന് മനസ്സിലാക്കുക. 2011 ചോദ്യം ഇതാണ്. നമുക്ക് PSCക്ക് 100% വരും. ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇപ്പൊ ബാങ്ക് റേറ്റ് ഇത് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? UPSCയിൽ 2013 ചോദിച്ചതാ. ഇതിപ്പോ ഉടനെ PSCയിൽ വരും, കണ്ടോണം. ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നല്ല പലിശ വേണം. നമുക്ക് പണം കടമെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ പലിശ കൊടുക്കണം. അപ്പോൾ ആൾക്കാർ ആ രീതിയിൽ പണം കടമെടുക്കാൻ അവർക്ക് ഉത്സാഹം കാണുമോ? നല്ല കത്തി പലിശ നിരക്കാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ കടമെടുക്കാൻ ഉദ്ദേശം കാണുമോ? ഇല്ല. അപ്പം ഇവിടെ മനസ്സിലാക്കുക, സെൻട്രൽ ബാങ്ക് ടൈറ്റ് മോണിറ്ററി പോളിസി, അതായത് പണത്തിനെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ലൂസ് മോണിറ്ററി പോളിസി ഉണ്ട്, അല്ലെങ്കിൽ ഈസി മോണിറ്ററി പോളിസി ഉണ്ട്, ടൈറ്റ് മോണിറ്ററി പോളിസി ഉണ്ട്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാശ് ബാങ്കുകൾ കൊടുക്കുന്നതിന് പിടിച്ചോണ്ടിരിക്കും. എന്തുകൊണ്ടാ? ഭയങ്കര പലിശ നിരക്കുമ്പോൾ ബാങ്കുകൾ കടം ചെല്ലത്തില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയും ഞാനൊരു 50% പലിശ. ഇത് എക്സ്ട്രീം വേർഡ്സ് ആണ്. ഇത്ര എക്സ്ട്രീം കാര്യങ്ങൾ വെച്ചിട്ട് എക്സാമ്പിൾസ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. സപ്പോസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുകയാണ് എന്റെ ബാങ്ക് റേറ്റ് 50%, നിങ്ങൾ സൗകര്യമാണ് പണം പലിശക്ക് എടുത്തത് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ അടുത്തോട്ട് പോവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ടൈറ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ടൈറ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി. ഇതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ PSCയിൽ വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഒരു ചോദ്യമുള്ളൂ. അല്ല, നമുക്ക് കഴിഞ്ഞ ഞാൻ എത്ര വീഡിയോയിൽ എത്ര ചോദ്യങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചു. UPSCയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ചോദ്യങ്ങൾ PSCയിൽ വരുന്നുണ്ട്. ഇത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചാലഞ്ച്. അപ്പൊ നിങ്ങളൊരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം നോക്കിയിട്ട് പോയാലും നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ആവും. ഇപ്പം കഴിഞ്ഞ വർഷത്തെ UPSC ചോദ്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് UPSCയുടെ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പോലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് അവിടെ നിന്ന് കിട്ടും, കാണാപ്പാഠം പഠിച്ചാൽ പോലും. പക്ഷെ കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് പഠിക്കുക. ബിക്കോസ് അറിവാണ് ആയുധം എന്ന് പറയുന്നത്. നമുക്ക് ഈ ചോദ്യം നോക്കാം. ചുവടെ ചേർത്തുന്ന പ്രസ്താവനകൾ ശരി ഏതെന്ന ചോദ്യം, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതാണ് ചോദ്യം അല്ലേ? 22ാമത് ചോദ്യമാണ്. ഇതും കഴിഞ്ഞ PSCയിൽ ഇനി ഫയർമാൻ പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. 22ാമത് ചോദ്യം. ഇതിന്റെ തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ? അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, ഇതൊക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ നടത്തുന്നത്? ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. 2ാം സ്റ്റേറ്റിൽ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചുമതല, ഈ സംസ്ഥാന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചുമതല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കല്ലേ? അപ്പൊ 2ാമത്തെ സ്റ്റേറ്റിന്റെ തെറ്റല്ലേ? 3ാമത്തെ സ്റ്റേറ്റിന്റെ കറക്റ്റ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ഇതൊരു തള്ളു സ്റ്റേറ്റ്മെന്റാണ്. ഇത് ഗവർണറിനെ പറ്റി പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി പറഞ്ഞാലും, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറഞ്ഞാലും, ഓഡിറ്റർ ജനറലിനെ പറ്റി പറഞ്ഞാലും ഒക്കെ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കത്തില്ലേ? ഇത് ആരെ പറ്റിയാ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ സാധ്യത? ചീഫ് മിനിസ്റ്ററിനെ പറ്റി പറഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊരു തള്ളു സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോ ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ പഠനം വളരെ രസകരമാവും. പഠിക്കാനുള്ള കഷ്ടപ്പാട് പകുതി കുറയും. ഈ ചോദ്യം നോക്കൂ, സിവിൽ സർവീസസിലെ 2011 ചോദിച്ച ചോദ്യമാണ് അല്ലേ? ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കണ്ടോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് പഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ നടത്തുന്നുള്ള സ്റ്റേറ്റ്മെന്റ് സ്ഥിരമായിട്ട് UPSC വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പഴയ UPSC ചോദ്യങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടും. ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്ക് ഇത് സ്വയം വായിച്ച് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. കാരണം ചോദ്യങ്ങൾ ഐഡന്റിഫൈ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ
നമുക്ക് എത്ര മാർക്കോടെ ബൂസ്റ്റ് ചെയ്യും. ഇപ്പോഴും ആൾക്കാർ പഴയ പോലെ തത്തമ്മേ പൂച്ച ഫാക്ച്വലായിട്ട് മാത്രം പഠനത്തെ കാണുന്നുണ്ട്. കാലം മാറി. നമുക്ക് വിശകലനാത്മകമായിട്ടും ആഴത്തിൽ ഇറങ്ങിയുള്ള പഠനം നടത്തിയെങ്കിൽ മാത്രമേ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങൾ മത്സരിക്കുന്നത് ഡിഗ്രി തല വിദ്യാർത്ഥികളോടും സിവിൽ സർവീസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പം അവരുടെ ഒരു പ്ലാൻ ബി ആയിട്ട് PSC കാണുന്നുണ്ട്, അവരോടുമാണ്. അപ്പം ആ നിലവാരം നിങ്ങളും പുലർത്തണം. ഇത് വലിയ മല മറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഒന്നും മനസ്സ് വെക്കുകയെന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ, UPSCയുടെ ചില ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം മറ്റൊരു PSC ചോദ്യമാണ്, കണ്ടോ, വളരെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്. വളരെ ആഴത്തിലുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതിന് PSC നന്നാവുകയാണ്, അല്ലെങ്കിൽ PSCയുടെ ഒരു നിലവാരം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്, അവർ നോക്കുന്നത് വളരെ ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനാണെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. ഇതും UPSC എന്നുള്ളതാണ്. അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ്, ആനുകാലിക വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ സംഭവം എന്നുള്ളത്, അല്ലെ. ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ശരിയായ പ്രസ്താവന, അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇതൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. 2012 സിവിൽ സർവീസസിലെ ചോദ്യപേപ്പറിലും സെയിം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. While appointing Supreme Court judge, President of India has to consult Chief Justice of India. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആ. ലക്ഷ്മി അതിൽ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. SCRT NCRTയിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ടാന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നിങ്ങൾ എല്ലാം കൂടെ ചെന്നൊരു 10,000 6,000 ചോദ്യങ്ങൾ ഇത്തരത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. LDCക്ക് നമുക്ക് സമയമുണ്ട്. ഈ 6,000 ചോദ്യം കവർ ചെയ്യാൻ പറ്റും. PSCയുടെ മാത്രം നിങ്ങൾ 10, 10,000, 25,000 ചോദ്യങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അതിന്റെ കൂടെ ഇതും കൂടെ പഠിക്കാവുന്നല്ലേ ഉള്ളൂ. പലതും ഓവർലാപ്പിംഗ് ആണ്. ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് ഓൾറെഡി മനസ്സിലാവുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഉള്ളത്. ഇത് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ള എവിടെ നമുക്ക് മനസ്സിലായി കാണും. മറ്റൊരു ചോദ്യം കണ്ടോ? ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാറില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്ക്. ഈ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫിഗർ അല്ലേ? എന്റെ ചോദ്യമാണ്. പ്രസിഡന്റ് ഒരു പൊളിറ്റിക്കൽ ഫിഗർ അല്ലേ? അങ്ങനെ വെച്ച് ആലോചിക്കുവാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞൂടെ? അത് പോട്ടെ. ഇതിന്റെ കണ്ടന്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് പെൻറ്റൻസി ഓഫ് കേസസ്. ബിക്കോസ് കേസുകൾ തീർപ്പ് കൽപ്പിക്കാതെ സുപ്രീം കോടതിയിലും ഹൈക്കോടതികളും ലോവർ കോടതിയിലും കെട്ടിക്കിടക്കുക. ഏകദേശം 3.3 കോടി കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇപ്പം ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേരുടെ വീട്ടിൽ ഇതുള്ള കേസിൽ പെട്ടിട്ട് നിങ്ങളുടെ കേസിലുള്ള കെട്ടിക്കിടക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ രാഷ്ട്രീയ ഇടപെടലുകളാണ്. കാര്യം സുപ്രീം കോർട്ട് ഒരു ജഡ്ജിയെ നിയമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത് സുപ്രീം കോടതിയിലെ കൊളീജിയമാണ്. അവിടെ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സ്കോപ്പില്ല. പക്ഷെ ഇവർ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ലോ മിനിസ്ട്രി അല്ലെങ്കിൽ ലോ മന്ത്രി സഹിതം അല്ലെങ്കിൽ പ്രസിഡന്റ് സഹിതമുള്ള ആൾക്കാർ അവിടെ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവർ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്താലും എന്ത് ചെയ്യില്ല, കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ഗവൺമെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് അപ്പോയിന്റ് ചെയ്യത്തില്ല. ശുപാർശ ചെയ്താൽ പോരല്ലോ, ഇവരെ ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്തെങ്കിലല്ലേ ഇവർ കേസ് കേട്ട് കേസിന് വിധി വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാരലൈസിസ് ആണ് ഈ പറയുന്ന ജഡ്ജിമാരെ നിയമിക്കുന്നതിലുള്ള രാഷ്ട്രീയ ഇടപാട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഇത് വലിയ വാർത്തയാണ്. കാരണം ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്തതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഭയങ്കരമായിട്ട് വരുന്നു. അത് കാരണം ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് വൈകുന്നു. അത് കാരണം കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട്, സന്തോഷ സൂചിക, ഹാപ്പിനെസ് ഇൻഡെക്സ്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് വളരെ താഴെയാണ്. പല ഇൻഡെക്സിലും പറയുന്നത് ഇന്ത്യക്കാൾ സന്തോഷമുള്ള ആൾക്കാരാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനുള്ളതെന്ന് പോലും പറയുന്നുണ്ട്. ഈ ഇൻഡെക്സിലെ നമ്മുടെ റാങ്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇതാ. ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഉള്ള കാലതാമസം, അതിലുള്ള രാഷ്ട്രീയ ഇടപെടൽ, അത് കാരണം കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഈ കെട്ടിക്കിടക്കുന്ന കേസുകളാണ് നമ്മൾ കഷ്ടപ്പെടുന്നു. ഈ രീതിയിൽ ആഴത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പത്രം വായിക്കുന്ന ആർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാതെ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് നിങ്ങൾ ചോദിക്കാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. കോമ്പറ്റീഷൻ പുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞാനും റെഡിയാണ്. കാര്യം ഈ വീഡിയോസ് ഒക്കെ ഒരു എന്താ പറയുക കുറെ റിസർച്ച് ചെയ്ത് എടുക്കുന്ന വീഡിയോസ് ആണ്. അപ്പൊ ഇതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഒരു മോറൽ ബാക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ്സിന്റെ ലൈക്സിന്റെ ഷെയറിന്റെ രൂപത്തിൽ തരുന്ന ഒരു എനർജിയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സോ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതിനോടൊപ്പം എനിക്കൊരു ചോദ്യമുണ്ട്. സുപ്രീം കോടതിയെ പറ്റി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണെന്ന് കമന്റിൽ പറയാട്ടോ. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുച്ഛേദത്തിലാണ് സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്നത് എന്നുള്ളതും കമന്റ് സെക്ഷനിൽ ആൻസർ ആയിട്ട് പറയാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.